നാളെ അധികം തിരക്കില്ലാത്ത ദിവസമാണ്. അപ്പോൾ രാവിലെ എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. ശരി സർ. മാഡത്തിൻ്റെ VP സാറിൻ്റെ കത്ത് ഞാൻ പ്രസന്റ് ചെയ്തോളാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ നാളെ കാണാം. ഓക്കെ സർ. എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തതിൻ്റെ ഒരു പക എനിക്ക് ഈയിടെ VP ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല, അതിനുവേണ്ടി അമ്മയെ ഒഴിവാക്കാൻ നോക്കിയതും ക്ഷമിക്കാൻ പറ്റുന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികമായും ഈ ഒരു അവസരത്തിൽ ഞാൻ അങ്ങനെ പെരുമാറിപ്പോയാൽ അതൊരു കുറ്റമാവില്ലല്ലോ. അമ്മയുടെ മനസ്സിലും അപ്പോൾ അങ്ങനെ ഒരു കരടുണ്ടായിരുന്നു. പുറമെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായി നടിച്ചു അല്ലേ? ഹലോ അമ്മേ. ഹലോ, എന്തായി അപ്പു? നീ ഇപ്പൊ CAയുടെ ഓഫീസിലാണോ? ആ, ഇവിടെ വെയിറ്റ് ചെയ്യാം. നന്ദനല്ലേ കൂടെ? നന്ദകുമാർ സാറ് മാഡത്തെ കാണാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും വരാൻ പറ്റാത്തതിന് കാരണം ബ്രീഫ് ചെയ്യാൻ തോന്നുന്നു. അപ്പു, അമ്മ പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. അച്ഛനെ കുറിച്ച് അറിയാതെ പോലും ദോഷമായിട്ടൊന്നും പറയരുത്. പറ്റുമെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യം തീർക്കാൻ നീ മനഃപൂർവ്വം. അമ്മേ, എനിക്കറിയാം. ഞാൻ പറഞ്ഞോളാം. എല്ലാം ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ കുഴപ്പങ്ങളാണെന്നല്ലേ? അത് അപ്പു, അമ്മ വിഷമിക്കണ്ട. VPക്ക് കുഴപ്പം വരാത്ത രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തോളാം. ഇറങ്ങിയിട്ട് വിളിക്കാം അമ്മേ. സോറി മിസ്റ്റർ നന്ദകുമാർ, ഇതുപോലുള്ള ലെയിം എക്സ്ക്യൂസുകൾ ഈ കസേരയിലിരുന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് കേൾക്കാനുമുണ്ട്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ മാത്രം വരുന്ന ഈ ശാരീരിക അസ്വസ്ഥതയുണ്ടല്ലോ, അത് മാറ്റാൻ ഡിപ്പാർട്ട്മെന്റ് വക ഒരു ഒറ്റമൂലിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. മാഡം, നിങ്ങൾ എൻ്റെ കക്ഷി വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇൻട്രോഗേഷന് സഹകരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല പണിക്കർ സാർ എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നിട്ടും അത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ. വക്കീൽ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത്. സാറിന്റെ കക്ഷിയുണ്ടല്ലോ, വിജയ് പണിക്കർ എന്ന VP, ആളൊരു നമ്പർ 1 നടനാണെന്ന് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എനിക്ക് മനസ്സിലായതാ. അയാൾക്ക് മാനസികമായി ഒരു തകരാറുമില്ല. പിന്നെ എന്റെ മുന്നിൽ അങ്ങനെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒക്കെ വക്കീൽ സാറിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായി. സോറി മാഡം, മിസ്റ്റർ പണിക്കർക്ക് വേണ്ടി ഹാജരായതുകൊണ്ട് ഞാൻ അയാളെ ജസ്റ്റിഫൈ ചെയ്യുന്നൊന്നുമല്ല. വ്യക്തിപരമായി അയാളുടെ നിലപാടുകളോട് വിയോജിപ്പുള്ള ഒരാളുമാണ് ഞാൻ. പക്ഷേ അയാൾ മാഡത്തിന് മുന്നിൽ മനോനില തെറ്റിയതുപോലെ അഭിനയിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ മനുഷ്യൻ ഇപ്പം അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് എത്രയാണെന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം മാഡം. എന്ത് മെന്റൽ സ്ട്രെസ്? ഇതുപോലെ കണ്ണിൽ ചോരയില്ലാത്ത തന്തമാരെ രക്ഷിച്ചെടുക്കാൻ മെന്റലി അൺഫിറ്റ് എന്നും ജന്മന രോഗിയാണെന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ചാർത്തിക്കൊടുത്ത് അവര് ചെയ്യുന്ന തോന്നിവാസങ്ങളെയൊക്കെ ന്യായീകരിക്കാനും വെള്ളപൂശാനും നിങ്ങൾ കാണിക്കുന്ന ഈ മിടുക്കുണ്ടല്ലോ, പ്രൊഫഷനിൽ നിങ്ങൾക്കത് ഗുണം ചെയ്തേക്കാം. പക്ഷേ സ്വന്തം രക്ഷിതാക്കളിൽ നിന്ന് ഇതുപോലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന യഥാർത്ഥ വിക്ടിംസിനോട് നിങ്ങൾ ചെയ്യുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത മഹാ അപരാധമാണ്. എന്നെങ്കിലും ഒരിക്കൽ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും മിസ്റ്റർ നന്ദകുമാർ. മാഡം പ്ലീസ്, ഞാനൊരു അഡ്വക്കേറ്റ് മാത്രമല്ല, സോഷ്യലി സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരുപാട് ജന്മങ്ങളുടെ എക്സ്പെഷ്യലി ജെൻഡർ ക്രൈസിസ് നേരിടുന്നവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട നിയമസഹായവും വൈദ്യസഹായവും ചെയ്തു കൊടുക്കുന്ന
ഒരു ചാരിറ്റബിൾ സംഘടനയുടെ നടത്തിപ്പുകാരിൽ ഒരാൾ കൂടിയാണ് ഞാൻ. മാഡം കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല, സ്നേഹത്തണൽ എന്നാണ് ഞങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. ഞാൻ പറഞ്ഞല്ലോ, ജെൻഡർ ക്രൈസിസ് നേരിടുന്നവരാണ് അവിടുത്തെ ഇൻമേറ്റ്സുകളിൽ അധികവും. സ്നേഹത്തണൽ, യെസ്, എനിക്കറിയാം സർ. സാർ അങ്ങനെ സൊസൈറ്റിയിൽ ഇടപെടുന്ന ഒരാളാണെന്ന് അറിഞ്ഞതുകൊണ്ടുകൂടിയാണ് എനിക്കിത്രയും ധാർമ്മിക രോഷത്തോടെ പ്രതികരിക്കേണ്ടി വന്നത്. സി മാഡം, ആക്ച്വലി പണിക്കർ സാറിൻ്റെ വക്കാലത്തെടുത്ത വക്കീലായിട്ടല്ല ഞാൻ മാഡത്തെ കാണാൻ വന്നത്. ഈ കേസിലെ വിക്ടിം എന്ന് പറയപ്പെടുന്ന അപ്പുവിൻ്റെ പരിചയക്കാരനായിട്ടോ സുഹൃത്തായിട്ടോ മാഡം എന്നെ കണ്ടാൽ മതി. പക്ഷെ അതെങ്ങനെ ശരിയാവും മിസ്റ്റർ നന്ദകുമാർ? അപ്പുവിന്റെ സുഹൃത്താണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായും അപ്പുവിന്റെ പക്ഷത്തായിരിക്കണമല്ലോ നിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ വക്കീലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമല്ല ഉണ്ടായിരിക്കുന്നത്. സോറി ടു സേ, ഇരയോടൊപ്പം നിൽക്കുകയും സെയിം ടൈം വേട്ടക്കാരന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു ഡബിൾ ഗെയിമാണ് എനിക്കിതിൽ സ്മെൽ ചെയ്യുന്നത്. ബിലീവ് മീ ഓഫീസർ, നിങ്ങൾ കരുതും പോലെ ഈ കേസിൽ അങ്ങനെ ഇരയും വേട്ടക്കാരനും ഒന്നുമില്ല. ഏതൊരു ഫാമിലിയിലും ഇങ്ങനെയൊരു പ്രശ്നം നടക്കുമ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ചില പൊട്ടിത്തെറികളും വെല്ലുവിളികളും ഉണ്ടായിരുന്നിരിക്കും. അത് സാധാരണമാണല്ലോ. അതിൻ്റെ ഒരു സിവിയർ വേർഷനായിട്ട് മാത്രം മാഡത്തിനെ കണ്ടാൽ മതി. സോറി, അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു കേസല്ല ഇതെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. വക്കീൽ സാർ പറയുന്നത് പോലെ ഇതൊരു കുടുംബ വഴക്കിന്റെ എക്സ്റ്റൻഷൻ ആയിരുന്നെങ്കിൽ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെടില്ലായിരുന്നല്ലോ. ഏതായാലും വക്കീൽ സാർ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ആ കുട്ടിയോട് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. ശരി മാഡം. ആ അപ്പുവിനെ ഇൻട്രോഗേഷൻ റൂമിലോട്ടൊന്ന് ഇരുത്ത്. ആ കുട്ടി തനിച്ച് വന്നാൽ മതിയെന്ന് പറയണം. സർ, ഓക്കെ. അപൂർവ അല്ലേ? അല്ല മാഡം, അപ്പു. അപൂർവ എൻ്റെ റെക്കോർഡിലെ പേരാ. ഒഫീഷ്യൽ നെയിം ഗസറ്റിൽ പരസ്യം ചെയ്ത് തിരുത്തിയിട്ടൊന്നുമില്ലല്ലോ ഇയാള്, അല്ലേ? ഇല്ല മാഡം, എന്നാലും എന്നെ അപ്പൂന്ന് വിളിക്കുന്നതാ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പുവിനെ എവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വല്ല ധാരണയുണ്ടോ? അങ്ങനെ വലിയ ധാരണയൊന്നും ഇല്ല മാഡം. എന്നാലും എന്നെക്കുറിച്ചുള്ള ന്യൂസ് സ്റ്റോറി കണ്ടിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരോ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എൻക്വയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ആ പരാതി അപ്പുവിന്റെ അച്ഛൻ മിസ്റ്റർ വിജയ് പണിക്കർക്കെതിരെയുള്ളതാണ്. കമ്മീഷന് മുമ്പാകെ എത്തിയ പരാതിയുടെ രത്നച്ചുരുക്കം ഞാൻ പറയാം. ഒരു ട്രാൻസ്മാൻ ആകാനുള്ള അപ്പുവിന്റെ തികച്ചും വ്യക്തിപരമായ അവകാശം തുടക്കം മുതൽ പിതാവായ വിജയ് പണിക്കർ അതിശക്തമായി തന്നെ എതിർത്തിരുന്നു. എന്നിട്ടും തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതിരുന്ന അപ്പുവിനെ ശാരീരികമായും മാനസികമായും അതിക്രൂരമായി നേരിടുകയായിരുന്നു വിജയ് പണിക്കർ. സ്വന്തം അച്ഛനിൽ നിന്ന് ശാരീരികമായും മാനസികമായുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും പുരുഷനായി ജീവിക്കാനുള്ള തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതിരുന്ന അപ്പുവിനെ കൊല്ലാനുള്ള ശ്രമം സ്വന്തം പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അമ്മയായ ഗീതാലക്ഷ്മിയുടെ ഇടപെടൽ കൊണ്ട് കഷ്ടിച്ച് വധശ്രമത്തിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട അപ്പുവിനെ അന്യായമായി വീട്ടുതടങ്കലിൽ പാർപ്പിച്ച് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനായി വിജയ് പണിക്കർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അപ്പു സമ്മതിക്കുന്നോ അതോ നിഷേധിക്കുന്നോ? നിഷേധിക്കുന്നു മാഡം. അപ്പോ പരാതിയിൽ പറഞ്ഞതുപോലൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ? അപ്പു, മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് പോലീസിനോട് ഈ പരാതിയെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് അതിനായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. അറിയാം മാഡം. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് ആരെയും ഭയക്കാതെ, ആരുടെയും ഭീഷണിക്കോ നിർബന്ധത്തിനോ വഴങ്ങാതെ സത്യസന്ധമായിട്ടായിരിക്കണം അപ്പു മറുപടി പറയേണ്ടത്. എന്നെ ആരും നിർബന്ധിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല മാഡം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ തന്റെ അച്ഛന്റെ ഭാഗത്തു നിന്ന് തനിക്കൊരു ഹരാസ്മെന്റും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണോ അപ്പു പറഞ്ഞു വരുന്നത്?
എന്നല്ല മാഡം, ഹറാസ്മെന്റ് ഉറപ്പായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ പരാതിയിൽ പറയുന്ന പോലെ അത്ര ക്രൂരവും പൈശാചികമൊന്നും അല്ലായിരുന്നു. മാത്രമല്ല, എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. എന്ത് ന്യായം? മാഡം, 22 വർഷക്കാലം പൊന്നുപോലെ പോറ്റി വളർത്തിയൊരു മകള് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് ഇന്നു മുതൽ ഞാനൊരു പുരുഷനായി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ച ലോകത്തൊരു മാതാപിതാക്കളും അത് അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മാഡത്തിന്റെ വീട്ടുകാരാണെങ്കിൽ സമ്മതിക്കുമോ? പോട്ടെ, മാഡത്തിന്റെ മകളാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നെങ്കിൽ കേൾക്കുന്ന മാത്രമേ തന്നെ മാഡം സമ്മതിക്കുമോ? അങ്ങനെ എല്ലാവർക്കും തോന്നിയേക്കാവുന്ന ഒരു എതിർപ്പ് മാത്രം ഇക്കാര്യത്തിൽ എൻ്റെ വീട്ടുകാർക്കും എന്നോട് തോന്നിയിട്ടുള്ളൂ. പിന്നീട് എൻ്റെ ആഗ്രഹം സത്യസന്ധമാണെന്നും അങ്ങനെ അല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. അച്ഛൻ ഇപ്പോഴും അതിനോട് പൊരുത്തപ്പെടാനായിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതുണ്ടായിട്ടുണ്ട്. അല്ലാതെ പരാതിയിൽ പറയുന്ന പോലെയൊന്നും എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. കൊള്ളാം. അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ എങ്ങനെ മൊഴി കൊടുക്കണമെന്ന് അപ്പൂന് നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടല്ലോ. വക്കീലാവും അപ്പൂനെ ഇതൊക്കെ ഇത്ര വൃത്തിയായി ഇവിടെ വന്ന് വിളമ്പാൻ പഠിപ്പിച്ചത് അല്ലേ? അല്ല, അതുപോട്ടെ, അപ്പു കുറച്ചുനാള് സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിന്നായിരുന്നല്ലോ. അതെന്തിനായിരുന്നു? ഞാനവിടെ ഇല്ലെങ്കിൽ ഒരു വഴക്കൊഴിവാവുന്നെങ്കിൽ ഒഴിവായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്നേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ അപ്പുവിന്റെ ജീവൻ അപായപ്പെടുത്താൻ നോക്കിയതുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് അമ്മ ഇറക്കി വിട്ടതല്ല വീട്ടിൽ നിന്ന്, അല്ലേ? നോക്കൂ വച്ചേ, തന്റെയും തന്റെ വീട്ടിലുള്ളവരുടെയും പിന്നെ താനുമായി ആർക്കൊക്കെ ബന്ധമുണ്ടോ അവരുടെയൊക്കെ ജാതകം ഉൾപ്പെടെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഹരിപ്രിയ ഈ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ട് VP-യെ വല്ലാതങ്ങ് വെള്ളപൂശാൻ നോക്കരുത്, ഓക്കെ? തൽക്കാലം നമുക്ക് ഈ അഭിമുഖ സംഭാഷണം ഇവിടെ നിർത്താം. കുറച്ച് ആൾക്കാരെയും കൂടെ കണ്ടിട്ട് ഞാൻ ഒന്നുകൂടി വിളിപ്പിക്കുന്നുണ്ട് തന്നെ. അന്നേരം ഈ പറഞ്ഞതൊന്നും മാറ്റി പറയാൻ ഇടയാകരുത്. പൊക്കോ. ഒന്ന് നിന്നേ. VP-ക്ക് മാനസികമായി നല്ല സുഖമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഇന്ന് ഇവിടേക്ക് വരാൻ കഴിയാത്തതെന്ന് വക്കീൽ പറഞ്ഞായിരുന്നു. സാരമില്ല, മമ്മദ് മലയുടെ അടുത്തേക്ക് പോയില്ലെന്ന് വാശി പിടിച്ചാ പിന്നെ മലയ്ക്ക് മമ്മദിന്റെ അടുത്തേക്ക് പോയല്ലേ പറ്റൂ. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കാൻ വരുമെന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക്. ഗീത, എനിക്ക് തന്റെ മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്ത് പറഞ്ഞാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല ഡേസി. ഒരുപാട് ആലോചിച്ചാ ഭ്രാന്ത് പിടിക്കുന്ന ഭയന്ന് ഞാനിപ്പോൾ ഒന്നിനെ പറ്റി ആലോചിക്കാറില്ല. മനസ്സ് ശൂന്യമായി വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യത്തിന്റെ ബലത്തിലാ ഞാനിപ്പോൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അപ്പുവിന്റെ കാര്യത്തിനാണോ VP-യുടെ കാര്യത്തിനാണോ പ്രോമിനൻസ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ ഇപ്പോൾ കേസിന്റെ കോംപ്ലിക്കേഷൻസും. അതില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് പോവായിരുന്നു. കേസിന്റെ കാര്യം എന്തായി ഗീത? ആ ഓഫീസർ VP-ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും VP-യെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നത്. നമുക്കവരെ കണ്ടൊന്ന് സംസാരിച്ചാലോ? എത്രയൊക്കെ ആയാലും അവരൊരു സ്ത്രീയല്ലേ. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഗീതയ്ക്ക് അത്രയും ആശ്വാസമാവുമല്ലോ. ഞാനും വക്കീലും പേഴ്സണലായിട്ട് അവരോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അന്വേഷണത്തിന്റെ കാര്യത്തില് അവരൊരു കോംപ്രമൈസിന് തയ്യാറാകില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ BP സ്വയം അബ്നോർമലായി പെരുമാറുകയാണെന്ന അവരുടെ ഒരു വേർഷൻ. നമ്മുടെ കഷ്ടകാലം അല്ലാതെ എന്താ. പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായത് ആ ന്യൂസ് സ്റ്റോറി പുറത്തു വന്നതോടുകൂടിയാ.
അപ്പു അങ്ങനൊരു എടുത്തുചാട്ടം കാണിക്കേണ്ടിയിരുന്നില്ല. സാധാരണ എന്തുണ്ടെങ്കിലും അപ്പു ജോബിനോടോ എന്നോടോ ആലോചിക്കുന്നതാ. പക്ഷെ ഈ കാര്യത്തിൽ അവൾ ഒരു സൂചന പോലും തന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ വിലക്കിയേനെ. അത് പേടിച്ചിട്ടാവും അപ്പു ഇതേക്കുറിച്ചൊന്നും പറയാതിരുന്നത്. എത്രയും പെട്ടെന്ന് VP എവിടേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് അവൾക്ക് വാശിയായിരുന്നു. അതിന്റെ കാരണം അവൾക്ക് അവളുടെ കാര്യത്തിലുള്ള ഭയമായിരുന്നു. ഭയമോ? എന്തിന്? അവളുടെ അസുഖത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് മറ്റാരേക്കാളും അപ്പുവിന് സ്വയം ബോധ്യമുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ തനിച്ചായി പോകുന്ന സങ്കടമാ അവളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. പുറമെ ആരോടും തുറന്നു പറഞ്ഞില്ലെങ്കിലും അതാ അവളുടെ മനസ്സിലെ പേടി. ഞാനും ജോബിൻ പറയുമ്പോഴാ ഇത്രയും സീരിയസ് ആണെന്ന് അറിയുന്നത്. എന്തൊക്കെ അബദ്ധമാ ഗീത അപ്പു കാണിച്ചു കൂട്ടിയത്. ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഭയമാകുന്നു. ഗീത, ഈ അവസ്ഥയിൽ എന്തു പറഞ്ഞാലും ഒന്നിനും അതൊരു പകരമോ പരിഹാരമോ ആകില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം ഞാൻ തന്നോട് ഉറപ്പ് പറയുക, തനിച്ചായി പോയിന്നൊരു തോന്നല് ഒരിക്കലും ഉണ്ടാകരുത്. അപ്പുവിന്റെ കാര്യം ഓർത്ത് വിഷമിക്കുകയും വേണ്ട. അപ്പുവിന്റെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ വിചാരിച്ച സമയത്ത് തന്നെ നടക്കും. അപ്പുവിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ നോക്കാൻ ജോബിനും ഞാനും ഉണ്ടല്ലോ. ഗീത വിജയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡേസി, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുമ്പോ ഇങ്ങനെ കൈപിടിക്കാനും ഒപ്പം ഉണ്ടെന്ന് പറയാനും ഡേസിയെങ്കിലും ഉണ്ടല്ലോ എനിക്ക്. എന്താ ഗീത ഇത്? നീ ഇങ്ങനെ തളർന്നു പോകല്ലേ. നോക്ക്, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. തനിക്ക് വേണ്ടി ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തു വന്നാലും തളരില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്ക്. ഇപ്പോ നിന്റെ ഈ ധൈര്യമാണ് നിന്റെ കൈമുതൽ. അത് നഷ്ടമാകാതെ നോക്കണം. പ്ലീസ് തളരല്ലേ. ഈ പരീക്ഷണ കാലവും മറികടക്കുക തന്നെ ചെയ്യും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോകസ്ഥാംബൂ ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഭോഗങ്ങളെല്ലാം എന്താ വിജയ് ഇത്ര കാര്യമായിട്ട് വായിക്കുന്നത്? രാമായണമാണോ? അതെ. എന്താ ചിരിച്ചതെന്ന് ഞാൻ പറയട്ടെ? പറയ്. ഈ മാസത്തിലാണോ രാമായണം വായിക്കേണ്ടത് എന്നല്ലേ സംശയം? എന്നാ സംശയിക്കണ്ട, എപ്പോഴും വായിക്കാവുന്ന ഒന്നാ ഇത്. എല്ലാം നല്ല കാര്യങ്ങളാ ഇതിൽ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അതെ. എന്നാ പറയൂ. ചക്ഷുശ്രവണ ഗണസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ എന്താ? എന്താ വിജയ് പറഞ്ഞു തരൂ, എനിക്കറിയില്ല. അതായത് പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള നാവ് നീട്ടി തന്റെ അടുത്തുകൂടെ പോകുന്ന പ്രാണിയെ പിടിക്കാൻ ഒരുങ്ങുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ പറഞ്ഞു തരൂ, കേൾക്കട്ടെ. പറയുന്നത് പാമ്പിന്റെയും തവളയുടെയും കാര്യമാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ കാര്യം തന്നെയാ. സ്വയം മരണത്തിന്റെ വായിലിരിക്കുമ്പോഴും അവന്റെ ആർത്തി അടങ്ങുന്നില്ല. ശരിയല്ലേ? ശരിയാ, വളരെ ശരിയാ. അതുകൊണ്ടാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് മർത്യജന്മം എന്ന് പറയുന്നത് ക്ഷണഭംഗുരമാണ്, അത് മത്സരിക്കാനുള്ളതല്ലെന്ന്. നദിയിലൊഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലെ വഴിയമ്പലങ്ങളിൽ കണ്ട് വേർപിരിയാൻ ഒരുങ്ങുന്നവരെ പോലെയാണ് നമ്മളെന്ന്. ശരിയല്ലേ? ശരിയല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടും വിജയ്ക്ക് എന്തിനാ പിന്നെയും സങ്കടം? എല്ലാം അങ്ങനെ കണ്ടൂടെ?